ഇന്ന് മലപ്പുറംകാരുടെ സ്വന്തം റെസിപ്പി ആയിട്ടുള്ള ഓട്ടട രാഗി വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. തേങ്ങാപ്പാലിൽ പഞ്ചസാര ചേർത്തിട്ട് രാഗി ഓട്ടട അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് 1/4 കപ്പ് രാഗി, അതുപോലെ തന്നെ 1/4 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒരു 3-4 മണിക്കൂർ കുതിർത്തിയെടുക്കണം. രാവിലെ ഉണ്ടാക്കാനാണെങ്കിൽ രാത്രി കുതിർത്താനായിട്ട് വെച്ചാൽ മതി. രാവിലെ വെള്ളം എല്ലാം ഊറ്റി കളഞ്ഞിട്ട് രാഗിയും പച്ചരിയും കൂടി മിക്സി ജാറിലേക്ക് ഇടാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ചോറാണ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പോളം വെള്ളവും കൂടി ചേർത്തിട്ട് ഒന്ന് അരച്ചെടുക്കണം. നന്നായിട്ട് അരച്ചെടുക്കുക. അരച്ചെടുത്തിട്ടുള്ള മാവ് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. മിക്സി ജാറിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ട് അതുകൂടി മാവിലേക്ക് തിരിച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി മാവിലേക്ക് 1/4 കപ്പ് ചിരവിയ തേങ്ങ, 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. മാവ് കട്ടിയായിട്ടാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വെള്ളം ചേർത്തിട്ട് ഈ ഒരു പരുവത്തിന് ലൂസാക്കി എടുക്കണം. ഇനി നല്ല ചൂടായിട്ടുള്ള ഇതുപോലുള്ള മൺചട്ടിയിലേക്ക് ഓരോ തവി മാവ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അടച്ച് വെച്ചിട്ട് വേവിക്കാം. നന്നായിട്ട് വെന്ത് വന്നാൽ നമുക്കിത് ചട്ടിയിൽ നിന്ന് മാറ്റാം. ചട്ടി നന്നായിട്ട് ചൂടായതിനു ശേഷം വേണം മാവ് ഒഴിച്ചു കൊടുക്കാൻ. ഓരോ തവണ മാവ് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം. അടിപൊളി ടേസ്റ്റാണ്. രാഗിയാണെന്ന് കരുതിയിട്ട് ടേസ്റ്റ് ഇല്ല എന്ന് കരുതണ്ട. നമുക്ക് നല്ല തേങ്ങാപ്പാൽ കൂട്ടിയിട്ട് കഴിക്കാനും അടിപൊളിയാണ്. അല്ലെങ്കിൽ സാധാരണ ഓട്ടടയുടെ കൂടെ കഴിക്കുന്ന ഏത് കറി കൂട്ടിയിട്ട് കഴിക്കാനും അടിപൊളിയാണ്. റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്.